കുട്ടികളായ ഇങ്ങനെ വേണം. രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായിരുന്നു പഠിക്കണം കേട്ടോ. എന്റെ ചക്കരയല്ലേ, മമ്മിയുടെ പഞ്ചാരയല്ലേ. എന്താ നിന്റെ ഈ നാട്ടില്ലാത്ത നിന്നെ കാടൻ കൊണ്ടുപോയനെ. പിന്നെ എന്താ സാറേ നല്ല വിശേഷം. മോളെ ഈ അങ്കിള് ഏതാന്നറിയാവോ? ഏതാ? ലിസി ആന്റിയുടെ ഹസ്ബൻഡ്. മിനിമോടെ അച്ഛൻ. വിശേഷം പറയാതെ അവിടെ നിന്ന് പഠിക്കണേ അങ്ങോട്ട്. ഓ പിന്നെന്തൊക്കെയുണ്ട് സാറേ വിശേഷം? നല്ല വിശേഷം. എന്താണ്? ഓ ഡാഡിക്ക് പ്രത്യേകിച്ച് സ്പെല്ലിംഗ് ഒന്നും ഇല്ല കൊച്ചേ. വേണേ അങ്കിളിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു തരാം. അന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പഠിക്ക്. പിന്നെ ഇന്ന് ഓഫീസിൽ പോയില്ലേ? അവിടെ പോയിരുന്നു പഠിക്കാൻ. അവിടെ പോയിരുന്നു പഠിച്ചാലേ എല്ലാം മനസ്സിലാകത്തുള്ളു. പോയിരുന്നു പഠിക്കാൻ. എന്നാ ഒരു കാര്യം ചെയ്യും. അയ്യോ 2 കവർ പാല് വാങ്ങിച്ചോണ്ട് വാ. ചെല്ല്. എന്നാ ആര് വാങ്ങിച്ചു? അയ്യോ പറഞ്ഞ പോലെ തക്കാളി തീർന്നു പോയി. തക്കാളി പോയി വാങ്ങിച്ചോണ്ട് വാ. നീ പോയിരുന്ന് പഠിക്കടി അവിടെ. നീ കണക്കിന് ഭയങ്കര മോശമാ. കണക്കിന് നീ പുറകോട്ടാ. മുന്നോട്ടല്ല പുറകോട്ടാ. എന്താ പോലെ എന്റെ ഈ കൊച്ചു ആകെ കൊളവാക്കോ. നീ പോയിരുന്ന് ആ ജനലിൽ കൂടെ നോക്കി വണ്ടികൾ എണ്ണിക്കോ. ചെല്ല്. നീ കണക്ക് അങ്ങനെ പഠിച്ചാ മതി. അവിടെ പോയി 15 വണ്ടി എണ്ണണം. കാർ എണ്ണണം. കാറ്. നിനക്ക് ഞാൻ ശർക്കര മിഠായി വാങ്ങിച്ചു തരാം. പിന്നെ കണ്ടോ അവിടെ പോയിരുന്നു 15 കാർ എണ്ണണം കേട്ടോ. ഇടയ്ക്ക് 15 കാർ എണ്ണത്തിനുമ്പോഴേക്കും ഒരു 2-2.5 മണിക്കൂറെങ്കിലും എടുക്കുമല്ലേ? എന്റെ പൊന്ന് സാറേ ഈ വഴിയെ 15 കാറ് പോണേ മിക്കവാറും ഉച്ച കഴിയും. ഈ മഞ്ഞ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. പിന്നെ സാറിന് അരച്ചോ? പ്രായമൊക്കെ ആയില്ലേ കാഞ്ചനെ? പിന്നെ ഇതൊക്കെ ഒരു പ്രായമാണോ? 20 കാറെണ്ണ സമയമായിട്ടില്ല. നുണ പറയാ 20 കാറെണ്ണയോ? എങ്ങനെ? കല്യാണം നടത്താൻ കണ്ട സമയം. എന്താ മോളെ? ലിസിയാന്റെ വീട്ടിലുണ്ട് മോളെ. എന്നാ അവിടെ എന്തോ സെറ്റപ്പ് നടക്കുന്നുണ്ട്. സെറ്റപ്പോ? മമ്മി എന്നെ കാരണം വിട്ടില്ലേ, അതുപോലെ അവിടെ മിനിമോളെ ബസ് നിർത്തിയിരിക്കുക ലിസിയാന്റെ.